ഈ ഒരു പ്രഭാഷണത്തിൽ ക്ലാസിസിസം എന്ന് പറയുന്ന ഒരു കലാസാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാഹിത്യത്തിലും കലയിലും പല കാലങ്ങളിൽ പലതരം പ്രവണതകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ സാഹിത്യം രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക പ്രവണതയോടുകൂടി സാഹിത്യം രചിക്കണമെന്ന ഉദ്ദേശത്തിൽ കൃതികൾ രചിക്കപ്പെടുന്നതാണെന്ന് ആരും ധരിക്കരുത്. പിൽക്കാലത്ത് എഴുതപ്പെട്ട കൃതികളെ അവ രൂപപ്പെട്ട കാലവുമായും ചരിത്ര സന്ദർഭവുമായും ബന്ധപ്പെടുത്തിക്കൊണ്ട് പുനരാലോചിക്കുമ്പോഴാണ് പല കൃതികളിലും ചില സമാനമായ സവിശേഷതകൾ കാണുമ്പോഴാണ് നമ്മൾ ഈ പ്രവണതകളെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ട് പ്രവണതകൾ, പ്രസ്ഥാനങ്ങൾ തുടങ്ങിയതൊക്കെ സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് നേരിട്ട് സാഹിത്യ രചനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. നമ്മൾ കാൽപ്പനികത, റൊമാൻറ്റിസിസത്തെ പറ്റി പറയും, റിയലിസത്തെക്കുറിച്ച് പറയും, ക്ലാസിസത്തെക്കുറിച്ച് പറയും, നിയോ ക്ലാസിസത്തെക്കുറിച്ച് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ആ കാലഘട്ടത്തിലെ കവികൾ ഞങ്ങളൊരു പ്രത്യേക രീതിയിൽ കവിത എഴുതാം എന്ന് ഒന്നിച്ച് തീരുമാനമെടുത്ത് ചെയ്യുന്നൊരു സംഘപ്രവൃത്തിയായിട്ടല്ല ഇത് നിർവഹിക്കപ്പെടുന്നത്. സ്വാഭാവികമെന്നോണം അവരുടെ കൃതികളിൽ ചില പൊതു സവിശേഷതകൾ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഉണ്ടായി വരികയാണ്. അങ്ങനെ കാണുന്ന സവിശേഷതകളെ പിൽക്കാലത്ത് സാഹിത്യചരിത്രമാണ് പേരിട്ട് വിളിക്കുന്നത്. അങ്ങനെ യൂറോപ്പിലെ ഗ്രീക്ക് സംസ്കാരത്തിൽ ഉണ്ടായി വന്ന ചില കൃതികൾ, ഗ്രീക്ക് സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഭാഷയിൽ ഉണ്ടായി വന്ന ഇതിഹാസങ്ങൾ പോലുള്ള കൃതികളെ ക്ലാസിക്കുകൾ എന്ന് സാധാരണ പരാമർശിക്കാറുണ്ട്. അതുകൊണ്ട് ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ ഭാഷകളെ ക്ലാസിക്കൽ ഭാഷകൾ എന്ന് വിളിക്കാറുണ്ട്. ഇന്ത്യയിലേക്ക് വന്നാൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ചില കൃതികളെ നമ്മൾ ക്ലാസിക്കുകളായി പരിഗണിക്കുകയും സംസ്കൃതത്തെ ഒരു ക്ലാസിക്കൽ ഭാഷയായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സാഹിത്യ ചരിത്ര നിർമ്മാണത്തിൻ്റെ, ഭാഷാ ചരിത്രത്തിൻ്റെ ഒക്കെ ഭാഗമായി പിൽക്കാലത്ത് രൂപപ്പെട്ടു വരുന്ന സങ്കല്പനങ്ങളാണ് എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസിസത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് ആധുനിക കാലത്താണ് നമ്മളിങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുന്നത്. ഈ അർത്ഥത്തിൽ നോക്കിയാൽ എന്താണ് ക്ലാസിസിസം? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാർവകാലികവും സാർവലൗകികവുമായ ഒരു സാഹിത്യ സങ്കല്പം അവതരിപ്പിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സങ്കല്പത്തോടുകൂടി രചിക്കപ്പെട്ടത് എന്ന് കരുതുന്ന കൃതികളെയാണ് ക്ലാസിക്കൽ കൃതികൾ എന്ന് വിളിക്കുന്നത്. പൊതുവിൽ സാഹിത്യം, കല എന്ന് പറഞ്ഞാൽ അതുണ്ടായി വന്നൊരു ചരിത്ര സന്ദർഭവുമായി നാഭീനാള ബന്ധമുള്ള ഒന്നിനെയാണ് പൊതുവെ നമ്മൾ സാഹിത്യകൃതി എന്ന് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് സാഹിത്യകൃതി വായിക്കുമ്പോഴും അതിന് ചരിത്രബന്ധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ക്ലാസിക്കൽ എന്ന് സാഹിത്യചരിത്രകാരന്മാർ, കലാചരിത്രകാരന്മാർ പേരിട്ട് വിളിച്ച കൃതികളുടെ സവിശേഷതയായി പരിഗണിക്കുന്നത് ആ കൃതികൾ എല്ലാ കാലത്തേക്കും എല്ലാ പ്രദേശങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുന്നു എന്ന മട്ടിലാണ്. അങ്ങനെ പൊരുളിന് പരിണാമം വരാത്ത,
ഭൂമിയിൽ മനുഷ്യരുള്ളിടത്തോളം കാലം അതേ അർത്ഥത്തോടു കൂടി നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കൃതികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ക്ലാസിക്കൽ എന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ എന്ന ആ വാക്കിൻ്റെ ഏറ്റവും അത് അങ്ങനെയാണോ കൃതികൾ എന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കും. ഏതായാലും സങ്കല്പം അതാണ്. അത് എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തേക്കും എല്ലാ സംസ്കാരങ്ങൾക്കും വേണ്ടി എഴുതപ്പെട്ടതാണ്. അങ്ങനെ എഴുതപ്പെടുന്ന സാഹിത്യകൃതികളെ നമ്മൾ ക്ലാസിക്കൽ എന്ന് വിളിക്കും. ഈ ഇതിഹാസങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കൃതികളൊക്കെ പൊതുവേ ക്ലാസിക്കൽ സ്വഭാവമുള്ളതായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. ഇപ്പോൾ ഇലിയഡ്, ഒഡീസി തുടങ്ങിയ നമ്മുടെ യവന ഇതിഹാസങ്ങൾ, ഹോമറിൻ്റെ കൃതികൾ, അതിനെ നമ്മൾ ക്ലാസിക്കൽ കൃതികളായിട്ട് പറയാറുണ്ട്. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാളിദാസൻ്റെ കൃതികൾ, അല്ലെങ്കിൽ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങൾ, നാട്യശാസ്ത്രം പോലുള്ള കൃതികൾ, ഇവയൊക്കെ പൊതുവേ നമ്മൾ ക്ലാസിക്കൽ എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കുകൾ എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ഇതൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ള ധർമ്മോപദേശങ്ങളോ അല്ലെങ്കിൽ സദാചാര സംഹിതകളോ ആണ് എന്ന സങ്കല്പത്തോടു കൂടിയാണ് അവയെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്താണ് ഈ ക്ലാസിക്കൽ കൃതികളുടെ രൂപപരമായ സവിശേഷത? അതിൻ്റെ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടി രചിക്കപ്പെട്ടതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന സാഹിത്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപപരമായ സവിശേഷത എന്ന് പറയുന്നത് ക്ലാസിക്കൽ കൃതികൾ സാമാന്യമായി വെച്ചു പുലർത്തുന്ന രൂപപരമായ ക്രമം, ഓർഡറാണ് അതിലേറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിട്ടയോടുകൂടി രചിക്കപ്പെടുന്നതാണ് ക്ലാസിക്കൽ കൃതികൾ. ചിട്ട വളരെ പ്രധാനമാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മഹാകാവ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ക്ലാസിക്കൽ ജനുസാണ്. മഹാകാവ്യം എങ്ങനെ എഴുതണം എന്നതിനെപ്പറ്റി ചില ചിട്ടകളുണ്ട്. അതിലെ നായകൻ ധീരനായിരിക്കണം, ഉദാത്തമായ പശ്ചാത്തലത്തിൽ ജനിച്ച ആളായിരിക്കണം, ദൈവത്തോട് തുല്യമായ സ്ഥാനത്തോ ഇരിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ അവതാര പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ രാജാവെങ്കിലും ആയിരിക്കണം. അങ്ങനെയുള്ളവരെക്കുറിച്ച് എഴുതാവൂ. അതിലെ ഓരോ സർഗം ഓരോ വൃത്തത്തിലെഴുതണം. സർഗങ്ങളുടെ എണ്ണത്തിന് കണക്കുണ്ട്. അങ്ങനെ ആ പറഞ്ഞ ക്രമത്തിനനുസരിച്ച് എഴുതിയാലേ നമ്മളതിനെ ക്ലാസിക്കൽ കൃതി എന്ന് പറയും. ആ ചിട്ട, ആ ചട്ടങ്ങൾ ലംഘിക്കാൻ കവിക്കോ എഴുതുന്ന ആൾക്കോ അധികാരമില്ല. ഇതാണ് ക്ലാസിക്കൽ. ആ ഓർഡറാണ്, ക്രമം. അപ്പോൾ ക്രമമായിട്ടുള്ള ഒരു ചിട്ട വെച്ചിട്ടാണ് നാട്യശാസ്ത്രം വാസ്തവത്തിൽ അതാ ചെയ്യുന്നത്. നാട്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സങ്കല്പമാണല്ലോ രസം എന്ന് പറയുന്ന ആശയം. ഇപ്പോൾ രസസിദ്ധാന്തം നമ്മൾ പറയും. അപ്പോൾ രസസിദ്ധാന്തത്തിൽ വിഭാവ, അനുഭാവ, വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രത്യേക രസം, കരുണം എന്ന് പറയുന്ന രസം ഉണ്ടാവണമെങ്കിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള വിഭാവങ്ങൾ എന്തൊക്കെയാണ്, അനുഭാവങ്ങൾ എന്തൊക്കെയാണ്, വ്യഭിചാരി ഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ആ പട്ടികയിൽ പറഞ്ഞതനുസരിച്ചുള്ള ചേരുവകൾ ചേർത്താൽ നിങ്ങൾക്ക് ഈ സവിശേഷമായ രസം ഉണ്ടായി വരും. അപ്പോൾ അത് പ്രിസ്ക്രിപ്റ്റീവാണ്. നമ്മൾ ഈ അത് നമ്മൾ സാധാരണ പറയുന്ന രസം എന്നുള്ളതിന് നമ്മളുടെ ഒരു റെസിപ്പി കൂടിയാണല്ലോ, ഈ വിഭവം കൂടിയാണല്ലോ, ഭക്ഷണ വിഭവം കൂടിയാണ് രസം. ആ രസം ഉണ്ടാക്കുമ്പോൾ അതിന് ചില ചേരുവകളുണ്ട്, അതിൻ്റെ അളവിനൊരു കണക്കുണ്ട്. അതെല്ലാം പാലിച്ചാലേ അത് രസകരമായ ഒരു അനുഭവമാവുള്ളൂ. അതേപോലെയുള്ള ഒരു സങ്കല്പമാണ് കലയെ സംബന്ധിച്ചും ഈ നാട്യശാസ്ത്രകാരന് ഉണ്ടായിരുന്നത്. അതിനനുസരിച്ച് അദ്ദേഹം ചിട്ടപ്പെടുത്തുകയാണ്. ആ ചിട്ട പിന്തുടരുന്ന കലകളെ നമ്മൾ ക്ലാസിക്കൽ കലകൾ എന്ന് പറയും. ഇപ്പോൾ കഥകളി അതൊരു ക്ലാസിക്കൽ കലയാണ്. അല്ലെങ്കിൽ കൂടിയാട്ടം, കൂത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് ക്ലാസിക്കൽ കലകളാണ്. അത് ചില സമ്പ്രദായങ്ങളെ പിന്തുടരുന്നുണ്ട്. ആ സമ്പ്രദായങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതാണ് ക്ലാസിസിസം എന്ന് പറയുന്നത്. വളരെ അതുപോലെ
അതിനകത്ത് ഈ വൈകാരികമായ വിക്ഷോഭങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. യു ഹാവ് ടു ബാലൻസ് ദ ഇമോഷൻസ് ആണ്. വികാരങ്ങളെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അതിനെ സമമായി അതിനകത്ത് വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ഇപ്പോൾ റിയലിസത്തിലൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞത് ഈ സാമൂഹ്യ വ്യവസ്ഥയോട് നിങ്ങൾക്ക് അമർഷം തോന്നണമെന്നും സാമൂഹ്യ വിപ്ലവത്തിൻ്റെ കൂടെ നിങ്ങളെ നിർത്താൻ പ്രേരിപ്പിക്കണം എന്നൊക്കെ റിയലിസ്റ്റ് കൃതികൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ പക്ഷപാതിത്വമൊന്നും ഈ ക്ലാസിക്കൽ കൃതികളിൽ ഉണ്ടാവാൻ പാടില്ല. അത് ബാലൻസ് ചെയ്യണം. അതാണ് അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തെ ഈ അതിഭൗതികമായ മോക്ഷസങ്കല്പമായിട്ടോ ഒക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് മിക്കവാറും ക്ലാസിക്കൽ കൃതികൾ പ്രവർത്തിക്കുന്നത്. അത് ആസ്വദിക്കുക, അതിലൂടെ നിങ്ങളുടെ ധർമ്മബോധം വളർത്തുക ആണ്. ജീവിതത്തിൽ നിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, നിങ്ങളുടെ ജീവിതധർമ്മത്തെപ്പറ്റി, അല്ലെങ്കിൽ ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, പ്രപഞ്ചവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ക്ലാസിക്കൽ കൃതി എന്ന് പറയുന്നത്. അതായത് ധാർമ്മികതയാണ് അതിൻ്റെ ആധാരം. ധർമ്മം എന്ന് പറയുന്നത് ധൃ എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ്. നമ്മളെ ചേർത്ത് നിർത്തുന്നത്, മനുഷ്യരെ ചേർത്ത് നിർത്തുന്നത്, മനുഷ്യരെയും പ്രകൃതിയെയും ചേർത്ത് നിർത്തുന്നത്, മനുഷ്യരെയും ദൈവത്തെയും ചേർത്ത് നിർത്തുന്നത്, അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ധർമ്മം. ആ ധർമ്മം ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ക്ലാസിക്കൽ കൃതികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രമവും സന്തുലിതാവസ്ഥയും, മറ്റൊന്നാണ് അതിൻ്റെ ഹാർമണി എന്ന് പറയുന്നത്, ഏകതാനത. അത് ഒന്നും നേരത്തെ പറഞ്ഞ പോലെ ആ ചിട്ടയിൽ തന്നെ എല്ലാം ചെയ്യണം. ഒന്നും ഏറിയും കുറഞ്ഞുമുള്ള അളവിൽ വരാൻ പാടില്ല. എല്ലാം മിതമായേ ചെയ്യാവൂ. അതാണ് ഇപ്പോൾ നിങ്ങൾ രംഗത്ത് കഥകളി അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാണിക്കാം, എന്തെല്ലാം കാണിക്കാൻ പാടില്ല എന്നതിന് ചില നിബന്ധനകളുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു കാവ്യം അവതരിപ്പിക്കുമ്പോൾ അതിൽ എങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കാം, അപ്പോഴാണ് മ്ലേച്ഛ ഭാഷ, അഭിജാത ഭാഷ എന്നിങ്ങനെ ഭാഷയെ രണ്ടായി തിരിക്കുകയും, അഭിജാത ഭാഷയിലെ നിങ്ങൾ നാടകം എഴുതുമ്പോൾ പുരുഷന്മാരും ഉന്നത കുലജാതന്മാരും സംസാരിക്കാവും, എന്നാൽ സ്ത്രീകളും അടിമകളുമൊക്കെ ഈ പ്രാകൃത ഭാഷയിലാണ് സംസാരിക്കേണ്ടത് എന്നതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ സംസ്കൃത നാടകങ്ങൾ, നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ സ്വഭാവമുള്ള നാടകങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെ അഭിജാത കഥാപാത്രങ്ങളെല്ലാം സംസ്കൃതത്തിലും സ്ത്രീകളും അടിമകളും മറ്റും ഈ പറയുന്ന പ്രാകൃതത്തിലും സംസാരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ ഈ രണ്ട് ഭാഷകൾ വരുന്നതിൻ്റെ കാരണം അങ്ങനെയുള്ളൊരു നിർദ്ദേശം അതിനകത്തുണ്ട്. അടിമകളൊന്നും സംസ്കൃതം സംസാരിച്ചുകൂടാ, സ്ത്രീകൾ സംസ്കൃതം സംസാരിച്ചുകൂടാ. അത് ക്ലാസിക്കൽ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിയമമാണ്. ആ നിയമമനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതാണ്. അതുപോലെ ഒരിക്കലും ഒരു രാജാവിനെ ഒരടിമ ചോദ്യം ചെയ്യുന്നതോ ആക്രമിക്കുന്നതോ ഒന്നും ക്ലാസിക്കൽ കൃതിയിൽ നിങ്ങൾ കാണില്ല. അവിടെ രാജ്യത്തിൻ്റെ ധർമ്മം എന്താണോ, ക്ഷത്രിയ ധർമ്മമാണ് രാജാവ് പുലർത്തേണ്ടത്. അതുപോലെ ശൂദ്രധർമ്മമാണ് അടിയാളൻ പുലർത്തേണ്ടത്. ബ്രാഹ്മണരുടെ ധർമ്മമാണ് അവർ നിർവഹിക്കേണ്ടത്. അപ്പോൾ പഴയ ധർമ്മവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ നമ്മളെ ചേർത്ത് നിർത്തുന്ന സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, ഇത്തരം ധാർമ്മികതയല്ല ക്ലാസിക്കൽ കൃതികളിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ക്ലാസിക്കൽ കൃതികളിൽ കാണുന്നത് ഈ ജാതിധർമ്മത്തിൻ്റെ, മനുധർമ്മത്തിൻ്റെ ഒരു പരിപാലനം, അതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് ഇന്ത്യൻ ക്ലാസിക്കൽ കൃതികൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം ആ കൃതികൾ ഒരു കാലത്തും ഈ പറയുന്ന ധാർമ്മിക് കോഡിനെ, ഈ പറയുന്ന ധർമ്മവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ധിക്കരിക്കുന്നതായിട്ടോ നമ്മൾ കാണില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണർ മുതൽ ശൂദ്രന്മാർ വരെ ഈ ശ്രേണീകൃതമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ സമൂഹങ്ങൾ അവരെ മനു പറഞ്ഞിരിക്കുന്ന ധർമ്മം നിർവഹിക്കുന്നുണ്ട് എങ്കിൽ അതേ ധർമ്മത്തിൻ്റെ റെപ്ലിക്ക
അതിൻ്റെ ഒരു അനുകരണം, അതിനെ തന്നെ പുനരുൽപ്പാദിപ്പിക്കുന്ന ഒരു എഴുത്ത് രൂപമായാണ് നമ്മൾ ക്ലാസിക്കൽ കൃതികളെ കാണേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻസ് ആയാലും അതിൻ്റെ ഹാർമോണിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയാലും അതെല്ലാം പരിപാലിക്കപ്പെടണം എന്നതാണ് അതിലേറ്റവും പ്രധാനം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും ഇത് എഴുതുന്ന കാലത്ത് ഇത് ക്ലാസിക്കലാണെന്നുള്ള അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ധാർമ്മിക വ്യവസ്ഥ മനു ഇന്ത്യൻസ് സംബന്ധിച്ചിടത്തോളം മനു കോഡിഫൈ ചെയ്തിട്ടുള്ള, അതായത് എഴുതി ഉറപ്പിച്ചിട്ടുള്ള ഈ മനുധർമ്മം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുമുള്ള ധർമ്മമായിട്ടാണത് അതുകൊണ്ടാണ് അതിനെ സനാതനധർമ്മം എന്ന് വിളിക്കുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു നിയമസംഹിതയാണത്. അപ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള മാറ്റവും അനുവദിച്ചുകൂടാത്തതാണ്. അപ്പോൾ ഈ സനാതനധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന, ആ സനാതനധർമ്മത്തെ പുനരുൽപ്പാദിപ്പിക്കുന്ന സാഹിത്യകൃതികളെയാണ് നമ്മൾ ഈ ക്ലാസിക്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക്കുകളിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഒരുതരം യുക്തിയുടെ പ്രവർത്തനമാണ്, ഇമോഷൻസ് അല്ല. വികാരത്തേക്കാൾ കൂടുതൽ വിചാരത്തിനും യുക്തിക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സാഹിത്യ സമീപനമാണ് ക്ലാസിക്കുകളിൽ ഉള്ളത്. യുക്തി നമ്മൾ പറയുമ്പം ശാസ്ത്രീയമായ യുക്തി എന്ന അർത്ഥത്തിൽ പുതിയ കാലത്ത് അല്ലെങ്കിൽ പിൽക്കാലത്തുണ്ടായി വന്നതിനെക്കുറിച്ചല്ല. എല്ലാറ്റിനും ഒരു കാര്യകാരണ ബന്ധം കൽപ്പിക്കുക, അതാണല്ലോ യുക്തി. അപ്പോൾ എന്തുകൊണ്ട് രാമൻ ഇങ്ങനെ പ്രവർത്തിച്ചു, എന്തുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഉപോത്ബലകമായിട്ട് അതിന് നേരത്തെ പറഞ്ഞ മനുധർമ്മത്തിലോ അന്നത്തെ നേരത്തെ പറഞ്ഞ സനാതനധർമ്മത്തിലോ അതിനുള്ള കാരണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അതും ഈ കൃതിയിലെ സംഭവങ്ങളും തമ്മിൽ ഒരു കാര്യകാരണ ബന്ധത്തോടുകൂടി സംയോജിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ യുക്തി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിലെ കഥാപാത്രങ്ങൾക്കൊരു ആന്തരിക ലോകമുള്ളതായോ സംഘർഷമുള്ളതായിട്ടോ നമുക്ക് തോന്നാറില്ല. അപ്പോൾ നമ്മൾ പിൽക്കാലത്ത് ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്നൊരു കാവ്യം പരിചയപ്പെട്ടു, കുമാരനാശാൻ എഴുതിയതാണ്. ആ ചിന്താവിഷ്ടയായ സീതയിലെ കഥാപാത്രപരമായി വരുന്ന സീത യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലാണ് ഈ സംഘർഷങ്ങളൊക്കെ നടക്കുന്നത്. അതായത് തന്നെ വിവാഹം കഴിക്കുകയും പിന്നീട് ഗർഭിണിയായപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്ത ഭർത്താവിൻ്റെ ചെയ്തി യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് സീത ചോദിക്കുകയാണ്. ആ ചോദ്യം നിങ്ങൾക്ക് രാമായണത്തിലെ വാൽമീകിയുടെ രാമായണത്തിലെ സീതയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം രാമായണത്തിലെ സീത ഒരാദർശാത്മക പത്നിയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആദർശം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മനുധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദർശ വനിതാരൂപമാണ്. അതിനെ ചോദ്യം ചെയ്താൽ അത് ക്ലാസിക്കൽ കൃതികളുടെ സ്വഭാവത്തിന് തന്നെ വിരുദ്ധമായിത്തീരും. അതുകൊണ്ട് സീത എന്താണോ ധർമ്മം അനുശാസിക്കുന്നത്, ഭർത്താവ് എന്താണോ പറയുന്നത് അത് അനുസരിക്കുക എന്നുള്ളതാണ് മനുധർമ്മത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നതോ ഒന്നും ആ സങ്കല്പമനുസരിച്ച് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസിക്കൽ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് നമുക്ക് ഒരു ചിന്താവിഷ്ടയായ സീത ഉണ്ടാവാത്തത്. അത് പിൽക്കാലത്തുണ്ടാവുന്നൊരു കാര്യമാണ്. അതേപോലെ പിന്നീട് നമ്മൾ ഏകലവ്യനെക്കുറിച്ചും അതുപോലെ ശംഭൂകനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ പിന്നീടാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ പെരുവിരൽ മുറിച്ച് ഗുരുദക്ഷിണയായി നൽകിയത്? അങ്ങനെ എന്തിനാണ് അയാൾ സ്വയം തൻ്റെ അടിമത്തത്തെ അംഗീകരിച്ചത്? അത് ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആ പറഞ്ഞ മനുധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വയം ശിക്ഷിച്ചുകൊണ്ട് തന്നെ ധർമ്മത്തിന് കീഴ്പ്പെടുക എന്ന് പറയുന്ന ഒന്നിന് അടിമയായ ഒരാൾ തന്നെ തയ്യാറാകുന്നു. അപ്പോഴേ ആ ധർമ്മം പരിപാലിക്കപ്പെടുള്ളൂ. അപ്പം ധർമ്മം പുലർത്തുക, അതിനാവശ്യമായ ആദർശാത്മക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. അപ്പോൾ ശ്രീരാമൻ എന്ന് പറഞ്ഞ ഒരു ആദർശാത്മക കഥാപാത്രമായിട്ടാണ്, ഒരു രാജാവ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയായിട്ടാണ്
അല്ലേ? അങ്ങനെയാണ് നമ്മൾ മര്യാദാരാമൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തമ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുക. പക്ഷേ ഈ ഉത്തമം എന്നതിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ പറഞ്ഞ ഈ ഈ മനുധർമ്മം കൃത്യമായി പിന്തുടരുന്ന കഥാപാത്രത്തെയാണ് ആദർശാത്മക കഥാപാത്രം എന്ന് വിളിക്കുന്നത്. അതാണ്. അപ്പം ലക്ഷ്മണൻ്റെ ദൗത്യം എന്താണ്? സീതയുടെ ദൗത്യം എന്താണ്? അവരൊക്കെ ആദർശാത്മക കഥ. ഒരു ഏറ്റവും നിസ്വാർത്ഥനായി രാമഭക്തനായി ജീവിച്ച ആളാണ് ഹനുമാൻ. അതാണ്. അപ്പോൾ ഹനുമാൻ അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ഏറ്റവും ആദർശാത്മകനായിട്ടുള്ളൊരു ഭക്തനെ അവതരിപ്പിക്കുക, ആദർശാത്മക രാജാവിനെ അവതരിപ്പിക്കുക, ആദർശാത്മകമായൊരു സ്ത്രീയെ അവതരിപ്പിക്കുക. ഇങ്ങനെ ആദർശാത്മക കഥാപാത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ക്ലാസിക്കൽ കൃതികൾ എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം. അപ്പോൾ ഈ സിമ്മട്രി അല്ലെങ്കിൽ ക്രമം, അതുപോലെ ചട്ടങ്ങൾ, അതുപോലെ ആദർശാത്മക കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം, ഇതൊക്കെയാണ് പൊതുവിൽ നമ്മൾ ക്ലാസിക്കൽ കൃതികൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോമറിൻ്റെ ഇലിയഡ്, ഒഡീസി, അതുപോലെ ഗ്രീക്കിലുള്ള സൊഫോക്ലിസിൻ്റെ ട്രാജഡികൾ, അതുപോലെ അല്ലേ ട്രാജഡിയൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഗ്രീക്ക് ട്രാജഡിയിലിപ്പം ഈഡിപ്പസ് റെക്സിൻ്റെയൊക്കെ കഥ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ മനുഷ്യ സമൂഹത്തിൻ്റെ അന്ത്യം വരെ ഒരുപക്ഷെ പ്രസക്തമാണ് എന്ന മട്ടിലാണ് ആ നാടകങ്ങളൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഭാഷ വളരെ ഉദാത്തീകരിക്കപ്പെട്ടൊരു തരം ഭാഷ, വളരെ ഫോർമലിസ്റ്റിക് ആയിട്ടുള്ള രൂപപരമായ ഭദ്രത പുലർത്തുന്ന സാഹിത്യരൂപം, അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്ബോധനം, ഇതൊക്കെ അതിൽ പ്രധാനമാണ്. മാത്രമല്ല ആ കാലഘട്ടത്തിലെ സാഹിത്യരൂപങ്ങൾ വളരെ പരിമിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നാടകം, കാവ്യം, തുടങ്ങിയ വളരെ ലിമിറ്റഡ് എന്ന് വിളിക്കാവുന്ന ഈ ഈ സാഹിത്യരൂപങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആധുനികതയുടെ കാലം വരുമ്പോഴേക്കും നമുക്ക് എത്ര സാഹിത്യരൂപങ്ങളാണ്! ആത്മകഥ, ജീവചരിത്രം, നോവല്, ചെറുകഥ, ഭാവഗീതം, യാത്രാവിവരണം, അങ്ങനെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത സാഹിത്യരൂപങ്ങളാണ് ഇപ്പോൾ നമുക്കുള്ളത്. എന്നാൽ ഇത്തരം രൂപങ്ങളൊന്നും ആ കാലഘട്ടത്തിലില്ല. അതിനെയൊന്നും സാഹിത്യരൂപങ്ങളായി അംഗീകരിച്ചിരുന്നില്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കഥയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സാഹിത്യം എഴുതണമെന്നുണ്ടെങ്കിൽ പുരാണത്തിൽ നിന്നുള്ള കഥകളെ സ്വീകരിക്കാവൂ. നേരത്തെ പറഞ്ഞ ആ ചിട്ടകൾ ഒപ്പിച്ച് നിങ്ങൾക്ക് കാവ്യം എഴുതാവൂ. അങ്ങനെ എഴുതുന്ന മഹാകാവ്യങ്ങൾ, നാടകങ്ങൾ തുടങ്ങിയ വളരെ അപൂർവം ജനുസ്സുകൾ മാത്രമേ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതാണ് ക്ലാസിസിസം എങ്കിൽ, ഈ ക്ലാസിസിസത്തിലേക്ക്, അതായത് ഈ ചിട്ടകളിലേക്ക്, ഈ സമ്പ്രദായങ്ങളിലേക്ക്, ഈ അച്ചടക്കത്തിലേക്ക്, അങ്ങനെ പറയാം, ഒരു അച്ചടക്കത്തിൻ്റെ സാഹിത്യമാണ് ക്ലാസിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രചനയുടെ ഈ അച്ചടക്കത്തിൻ്റെ രൂപങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി റീവിസിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ഘട്ടത്തിലാണ്. അതായത് ദേശീയ സാഹിത്യം എന്ന് പറയുന്ന ഒന്ന് വികസിച്ചു വരുന്ന സന്ദർഭത്തിൽ, അത് യൂറോപ്പിലാണെങ്കിൽ 17-18 നൂറ്റാണ്ടുകൾ നമ്മൾ കാണുന്നു. ഇന്ത്യയിലാണെങ്കിൽ നമ്മളത് ഈ 20-ാം നൂറ്റാണ്ടിൽ ദേശീയ പ്രസ്ഥാനമൊക്കെ രൂപപ്പെട്ടു വരുന്ന കാലത്ത് എന്താണ് നമ്മുടെ പാരമ്പര്യം എന്നൊരാലോചന വളരെ ഗൗരവമായി നിർവഹിക്കപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഈ ആധുനിക കവികളിൽ പലരും ഈ പ്രാചീനമായിട്ടുള്ള ഈ ക്ലാസിക്കൽ കൃതികളിലേക്ക് കടന്നു പോകുന്നത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു പുനഃസന്ദർശനം നിർവഹിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ സംസ്കൃതത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ള, മലയാളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്, സംസ്കൃതത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ള, അതിൻ്റെ ഭാവനാരൂപങ്ങളെ പിന്തുടരുന്ന, നേരത്തെ പറഞ്ഞ പോലെ കുറേയും കൂടി ചിട്ടയോടുകൂടിയ, എന്നാൽ പഴയ രൂപങ്ങളല്ല പുതിയ രൂപങ്ങൾ ഉണ്ടായി വരുന്ന ഒരു ഘട്ടം മലയാള സാഹിത്യത്തിലും ലോകത്തെല്ലാ സാഹിത്യത്തിലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദേശീയതയുടെ സന്ദർഭത്തിൽ ക്ലാസിക്കുകളിലേക്ക് തിരിച്ചുപോയി അതിൻ്റെ പാരമ്പര്യത്തെ വീണ്ടെടുക്കുന്ന ഒരു നിയോ ക്ലാസിക് പാരമ്പര്യം, ഒരു നവ ക്ലാസിക് പാരമ്പര്യം എല്ലാ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുന്ന മണിപ്രവാള കൃതികൾ എന്ന് പറഞ്ഞാൽ ഈ വെൺമണിക്കൃതികൾ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കളരി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിരുന്ന കവികൾ, അവരൊക്കെ
അവരെല്ലാവരും എല്ലാ സന്ദർഭത്തിലും എല്ലാ കാവ്യങ്ങളിലും ഇത് സൂചിപ്പിച്ചു എന്നല്ല, എങ്കിലും അവർ പൊതുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്ലാസിക്കുകളിലേക്ക് തിരിച്ചുപോയി ആ ക്ലാസിക്കുകളുടെ സ്വഭാവത്തെ അനുകരിച്ചുകൊണ്ട് കൃതികൾ എഴുതുന്ന സമ്പ്രദായം, അങ്ങനെ പഴയ ഈ നേരത്തെ പറഞ്ഞ ചമ്പുക്കളായും അങ്ങനെ പലതരത്തിലുള്ള പുതിയ പല സാഹിത്യ രൂപങ്ങളായും സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ, സംസ്കൃത പദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മണിപ്രവാള ശൈലി, ഇതൊക്കെ നമ്മുടെ സാഹിത്യത്തിൽ ഇടക്കാലത്ത് ഉണ്ടായി വരുന്നത് നമുക്കറിയാം. അതേസമയത്ത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും ഇവരൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. പച്ച മലയാളം പോലുള്ള സംഗതികളൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാനതിനെ നിഷേധിക്കില്ല. പക്ഷേ നിയോ ക്ലാസിസം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കേരളവർമ്മയുടെ കാലഘട്ടം, അല്ലെങ്കിൽ അപ്പോൾ അവർ ശാകുന്തളം വിവർത്തനം ചെയ്യുക, സംസ്കൃത കാവ്യങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവരിക, അവയോട് പരമാവധി നീതി പുലർത്തുക, അങ്ങനെ സംസ്കൃതത്തിൻ്റെ ക്ലാസിക് പാരമ്പര്യത്തെ മലയാളത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടൊരു നിയോ ക്ലാസിക് പാരമ്പര്യം നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുണ്ട്. ഇത് മറ്റ് ഭാഷകളിലും ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഡ്രൈഡനെക്കുറിച്ച് പറയും, അലക്സാണ്ടർ പോപ്പിനെക്കുറിച്ച് പറയും. അവരൊക്കെ ഈ ക്ലാസിക്കൽ കൃതികളിലേക്ക് തിരിച്ചുപോയി അതിൻ്റെ സംസ്കാരത്തെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുക. അതുകൊണ്ടാണ് നിയോ ക്ലാസിക് എന്ന്. പഴയതിനെ അതേമാതിരി അനുകരിക്കുകയല്ല, അതിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തി, എന്നാൽ അതേസമയം ഈ ചിട്ട സമ്പ്രദായങ്ങളെ പിന്തുടരുക, വ്യക്തതയും കൃത്യതയും പാലിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ സവിശേഷതകൾ, ധാർമ്മികമായിട്ടുള്ള ഉത്ബോധനങ്ങൾ നടത്തുക, ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സമീപനങ്ങൾ ക്ലാസിക്കൽ കൃതികളിലേക്ക് തിരിച്ചുപോയി അവയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് 17-18 നൂറ്റാണ്ടിൽ ഈ യൂറോപ്പിൽ ഇതേപോലെയുള്ള നിയോ ക്ലാസിക് കൃതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൽ ക്ലാസിസം ചെയ്തത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു വിമർശനം എന്താണ് എന്ന്. തീർച്ചയായിട്ടും ഈ ക്ലാസിസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് എന്ന് ജാക്ക് റാൻസിയെ എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഓഫ് എസ്തെറ്റിക്സ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ. നിങ്ങൾക്ക് എന്തെല്ലാം കാണാം, നിങ്ങൾ എന്തെല്ലാം കേൾക്കാം, ആർക്ക് എന്ത് കേൾക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിശദാംശങ്ങളാണ് ക്ലാസിക്കൽ കൃതികൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന വിഭവങ്ങളെ ആ സാമൂഹ്യ ഗണങ്ങളുടെ വർഗീകരണത്തിനും വിഭജനത്തിനും അനുചിതമായ വിധം വിതരണം ചെയ്യുന്ന ഒരു ക്രമമുണ്ടാക്കിയെടുക്കുകയാണ് ക്ലാസിക്കൽ കൃതികൾ ചെയ്യുന്നത് എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാണാമെന്ന് ക്ലാസിക്കൽ കൃതികളിൽ ഒരു സമ്പ്രദായത്തിൽ പറയുന്നുണ്ട്, അതിനപ്പുറത്തേക്കുള്ളതൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ഭാഷ ഉപയോഗിക്കാമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് രുചിക്കാൻ കഴിയുന്നതായിട്ടുള്ള നിങ്ങളുടെ ഇന്ദ്രിയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിയന്ത്രണം, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സെൻസിബിൾ എന്ന് പറയാം. അത് നിർവഹിച്ച ഒരു ഘട്ടമായിരുന്നു വാസ്തവത്തിൽ ക്ലാസിക്കൽ ഘട്ടം എന്ന് പറയുന്നത്. അതിന് ഒരു പ്രത്യയശാസ്ത്ര മാനമുണ്ട് എന്ന് പിന്നീട് ജെയിംസിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണതൊരു സാമൂഹ്യ ക്രമത്തെ പുനരുൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെയാണത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യാതെ ഒരു സമൂഹത്തെ അതെങ്ങനെയാണ് വാർത്തെടുത്തത് എന്ന ചോദ്യം പ്രധാനമാണ്. അതുകൊണ്ട് ക്ലാസിക്കൽ കൃതികൾ നമ്മുടെ സാമൂഹ്യമായ ശ്രേണീകരണത്തെ പുനരുൽപ്പാദിപ്പിക്കുകയും അതിനനുസൃതമായൊരു പ്രത്യയശാസ്ത്രത്തെ ഉറപ്പിക്കുകയും ചെയ്തു എന്നതാണ് ക്ലാസിക്കുകൾക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാന വിമർശനം. ഇന്ത്യയിൽ ഈ വിമർശനം നിർവഹിച്ച പ്രധാനപ്പെട്ട 2-3 ആളുകൾ, ഒന്ന് ജ്യോതിബ ഫൂലെയാണ്. ജ്യോതിബ ഫൂലെ അദ്ദേഹത്തിൻ്റെ വിശകലനത്തിൽ എങ്ങനെയാണ് ഈ പുരാണ കഥകളും മറ്റും അടിമത്തത്തെ പുനരുൽപ്പാദിപ്പിക്കുന്ന പ്രത്യയശാസ്ത്ര രൂപങ്ങളായും നമ്മുടെ സാമാന്യ ബോധമായും അത് മാറുന്നത് എങ്ങനെയാണെന്ന് ജ്യോതിബ ഫൂലെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ കഥകൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ തന്നെ ഇരകളെ സാമാന്യ അതായത് അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന
അടിമത്തം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, വെരി നാച്ചുറൽ എന്നൊരനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനൊരു തോന്നലിലേക്ക് ഈ ചൂഷകരെ മാത്രമല്ല ചൂഷിതരെയും നയിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞ ക്ലാസിക്കൽ കൃതികളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ക്ലാസിക്കൽ കൃതികളെ വിമർശിക്കാതെ ഇന്ത്യയിലെ ജാത്യടിമത്തത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ജ്യോതിബ ഫൂലെ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരാൾ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അംബേദ്കറുടെ ദ റിഡിൽ ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന് പറയുന്ന പാഠം വാസ്തവത്തിൽ ഇതേ അർത്ഥത്തിൽ ഈ ക്ലാസിക്കൽ കൃതികളുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയെ മൗലികമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് രാമൻ എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ധർമ്മബോധം? അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ചത് ഒരാധുനിക സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ധാർമ്മികതയാണോ എന്ന ചോദ്യം അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ യുദ്ധത്തിൽ ധാർമ്മികത പുലർത്തണമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? ശ്രീകൃഷ്ണൻ സ്ത്രീകളുമായി ഏർപ്പെട്ടിരുന്ന ബന്ധങ്ങളെ ഒരാധുനിക സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്ന ചോദ്യം, അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ ദൈവമായി അംഗീകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നു. ഇവയെല്ലാം അടിസ്ഥാനമാക്കി ഈ കൃതികളെല്ലാം പുനരുൽപ്പാദിപ്പിക്കുന്ന മനുസ്മൃതി എന്ന് പറയുന്ന ഈ കോഡിനെ, ആ ഒരു നിയമസംഹിതയെ ചുട്ടുകരിച്ചാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസിക്കൽ കൃതികൾ പുനരുൽപ്പാദിപ്പിക്കുന്ന ധാർമ്മികത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ പുനരുൽപ്പാദനത്തെ സഹായിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന വളരെ കൃത്യമായ ഒരു വിമർശാവബോധം ഫൂലെയിലും അംബേദ്കറിലും നമുക്ക് കാണാം. ഇതേ കാര്യം ചെയ്ത മറ്റൊരാൾ തമിഴ്നാട്ടിലെ EV രാമസ്വാമി നായ്ക്കരാണ്. പെരിയോർ എന്നറിയപ്പെടുന്ന രാമസ്വാമി നായ്ക്കരാണ്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഇന്ത്യൻ ക്ലാസിക്കുകളെ മൗലികമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ക്ലാസിക്കുകളെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഈ പറയുന്ന സബാൾട്ടേൺ എന്ന് വിളിക്കാവുന്ന ഈ കീഴാളമായ ദേശീയധാര അതിൻ്റെ അസ്തിത്വം ഉറപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ ക്ലാസിക്കൽ കൃതികളുടെ പ്രത്യയശാസ്ത്രത്തെ വിമർശിച്ചില്ലെങ്കിൽ ഇരകളായി തന്നെ ജീവിക്കുന്നൊരു സ്ഥിതി വരും. ആ ഇരകളെ ഈ ക്ലാസിക്കുകളുടെ പ്രത്യയശാസ്ത്രത്തെ ചോദ്യം ചെയ്യാൻ പരിശീലിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ ജാത്യടിമത്തം അവസാനിപ്പിക്കാൻ പറ്റൂ എന്നത് അവരുടെ തിരിച്ചറിവാണ്. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ക്ലാസിക്കുകളിലേക്കുള്ള തിരിച്ചുപോക്ക് നിയോ ക്ലാസിക് പീരീഡിൽ അല്ലെങ്കിൽ സന്ദർഭത്തിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വന്ന കാൽപ്പനികതയുടെ ഘട്ടത്തിലും റിയലിസത്തിൻ്റെ അല്ലെങ്കിൽ ആധുനികതയുടെ ഘട്ടത്തിലും മോഡേണിറ്റിയുടെ ഘട്ടത്തിലൊക്കെ ഈ പറയുന്ന പുരാണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ കൃതികളിലേക്ക് തിരിച്ചു പോകുന്നതിന് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിന്താവിഷ്ടയായ സീത, നമ്മുടെ കുമാരനാശാൻ്റെ കൃതി. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അച്ഛനും മകളും എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ കൃതിയായാലും, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വന്ന നോവലുകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ടാമൂഴം, അല്ലെങ്കിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയിട്ടുള്ള നോവലുകൾ, എത്രയോ നോവലുകൾ ഈ മഹാഭാരതത്തിലെ കർണനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭാഷകളിലുണ്ടായിട്ടുണ്ട്. ഞാനത് ഒന്ന് രണ്ടെണ്ണം മലയാളത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഊരുകാവൽ എന്ന് പറയുന്ന സാറ ജോസഫിൻ്റെ നോവൽ, ഇപ്പോഴും അതുപോലുള്ള ധാരാളം നോവലുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ നോവലുകളുടെ ആധുനികതയുടെ കാലത്ത് ഈ പറഞ്ഞ രണ്ടാമൂഴത്തിലും അല്ലെങ്കിൽ ഊരുകാവലിലും ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുരാണങ്ങളിലേക്ക് ഈ എഴുത്തുകാർ തിരിച്ചു ചെല്ലുകയും ആ പുരാണത്തിലെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അംബേദ്കറും ഫൂലെയും പെരിയോറൊക്കെ അവതരിപ്പിച്ച ആ വിമർശ ബുദ്ധിയെ ഭാവനാത്മകമായി ഉൾക്കൊണ്ടുകൊണ്ട് നോവൽ എന്ന് പറയുന്ന പുതിയൊരു സാഹിത്യ രൂപത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഈ കൃതികളൊക്കെ ചെയ്യുന്നത്. കവിതയിലുണ്ട്. രാവണപുത്രി പോലുള്ളൊരു കൃതി വയലാർ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. അങ്ങനെ പിന്നെ ഈ ക്ലാസിക്കുകളുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ധാരാളം ആലോചനകൾ ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായി വന്നിട്ടുണ്ട്. എങ്ങനെ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒന്നല്ല രാമായണം,
അങ്ങനെ ഉറച്ച ഒരു പാഠമല്ല മഹാഭാരതം. ഇത് നാടോടി കഥകളായി പലതരം വേർഷൻസ്, പലതരം പാഠങ്ങളായി, പാഠഭേദങ്ങളായി ഇന്ത്യൻ സാഹചര്യത്തിൽ ഒഴുകി നടന്നതാണ്. എല്ലാ നാടുകളിലും എല്ലാ ജനപദങ്ങളിലും വ്യാപരിച്ചിരുന്ന നാടോടി കഥകൾ മാത്രമാണ് രാമായണവും മഹാഭാരതവുമെന്നും അതിന് ഒരു തരം വിശുദ്ധിയും നമ്മൾ കൽപ്പിക്കേണ്ടതില്ല എന്നും അതിനെ ഏകപാഠമാക്കി ചുരുക്കി അതിനെ വിശുദ്ധ കൃതിയായും മറ്റും കാണുന്ന സമ്പ്രദായം, ക്ലാസിക്കുകൾ എല്ലാ കാലത്തേക്കുമുള്ളതാണ് എന്ന സങ്കല്പം വാസ്തവത്തിൽ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയെടുത്തതാണ് എന്നുമുള്ള ധാരണ പിന്നീട് വിമർശിക്കപ്പെടുന്നുണ്ട്. ഫാദർ കാമിൽ ബുൽക്കയുടെ രാമകഥ എന്ന പുസ്തകം രാമായണത്തിൻ്റെ മൾട്ടിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിലെ 300 രാമായണാസ് എന്ന് പറയുന്ന AK രാമാനുജത്തിൻ്റെ പ്രബന്ധം അത് രാമായണത്തിൻ്റെ ബഹുത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ എപ്പോഴും കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന മാപ്പിള രാമായണം ഉൾപ്പെടെയുള്ള രാമായണങ്ങൾ, അസീസ് തരുവണ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു കൊണ്ടുവന്ന വയനാടൻ രാമായണങ്ങൾ, ഇതെല്ലാം ഈ ക്ലാസിക് എന്ന് നമ്മൾ കൽപ്പിച്ച കൃതികൾ യഥാർത്ഥത്തിൽ ക്ലാസിക്കുകളല്ല എന്നും അവ പിൽക്കാലത്ത് ഒരു കോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ടെക്സ്ച്വലൈസേഷൻ, പാഠവൽക്കരണത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണെന്നും അത് പല വഴിയിലൂടെ ഒഴുകിയ, അതാണ് രാവണൻ്റെ പുത്രിയായി സീതയെ കാണുന്ന, രാവണൻ്റെ സഹോദരിയായി സീതയെ കാണുന്ന, അങ്ങനെ പലതരം പാഠഭേദങ്ങൾ ഈ കൃതികൾക്കെല്ലാം ഉണ്ട്. അതുപോലെ രാമനെ ദൈവമായി കാണാത്ത ഒരു സാധാരണ ഗോത്രമുഖ്യനായി കാണുന്ന അടിയ രാമായണത്തെക്കുറിച്ച് അസീസ് തരുവണ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഈ ക്ലാസിക്കൽ എന്ന് വിളിക്കുന്ന കൃതികളിൽ ഒരു സവിശേഷമായ രീതിയിൽ അത് അവരുടെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ ഫ്യൂഡലിസവും ബ്രാഹ്മണ്യവും ബുദ്ധമതത്തെയൊക്കെ തകർത്ത് ബുദ്ധരാമായണവും ജൈനരാമായണവും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ രാമായണം അങ്ങനെ ഹിന്ദു എന്നൊന്നും വിശേഷിപ്പിക്കുന്ന ഒന്നല്ല. അത് സൗത്ത് ഏഷ്യയിൽ മുഴുവൻ പരന്ന ഒരു കഥയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മലയിൽ പോയാലും അല്ലെങ്കിൽ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ എവിടെ പോയാലും നമ്മൾ ഈ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെ ഒക്കെ പലതരത്തിലുള്ള രൂപങ്ങൾ കാണുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ദക്ഷിണേഷ്യയിലുടനീളം പ്രചരിച്ചിരുന്ന കൃതികളാണ് അല്ലെങ്കിൽ കഥകളാണ്. അപ്പോൾ അതിനെ ഒരു സവിശേഷമായ ചരിത്ര സന്ദർഭത്തിൽ ഫ്യൂഡലിസവും ഈ പറയുന്ന ബ്രാഹ്മണിക മൂല്യങ്ങളും ശക്തിപ്പെടുകയും ജൈന മതങ്ങളെപ്പോലുള്ള മതങ്ങൾ തകരുകയും ചെയ്ത സന്ദർഭത്തിലാണ് രാമായണവും മഹാഭാരതമൊക്കെ ഇതിഹാസ സമാനമായി ആഘോഷിക്കപ്പെടുകയും ക്ലാസിക്കൽ കൃതികൾ എന്ന മട്ടിൽ അത് അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലാസിക്കൽ കൃതികൾ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണ്. അത് സകല സാർവകാലികവും സാർവലൗകികവുമായ എന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല എന്നാണ് അംബേദ്കറെ പോലുള്ള ആളുകൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ക്ലാസിക്കുകളെ വിമർശബുദ്ധിയോടുകൂടിയാണ് നാം സമീപിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.